പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശ്വര ഏറ്റവും സ്നേഹമുള്ളവരെ, നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ശക്തിയുടെ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അന്ത്യകാല പ്രത്യേകതയെക്കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അതിലിന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യാജ പ്രവാചകന്മാരുടെ വഴിതെറ്റിക്കൽ രീതികളെക്കുറിച്ചാണ്. വ്യാജപ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ വഴിതെറ്റിക്കുന്ന രീതികളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചുമാണ്. ഇന്ന് പ്രധാനമായിട്ട് അവരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. വ്യാജപ്രവാചകന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ തനിച്ചായിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നിൻ്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ആ ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. ഒന്നാമത്തെ ആഗമനം വന്നതുകൊണ്ട് യേശു അവിടെയുണ്ട്. ഇനി രണ്ടാമതൊരു ആഗമനമുണ്ട്. ആ ആഗമനത്തിൻ്റെയും യുഗത്തിൻ്റെ അന്ത്യത്തിൻ്റെയും അന്ത്യകാലത്തിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു തരുന്ന മേഖലകൾ നമ്മൾ കുറച്ച് ചിന്തിച്ചു വന്നു. അതിൽ ഇനി നമ്മൾ വീണ്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത് 11-ാം തിരുവചനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യഥാർത്ഥ വഴി യേശുവാകുന്ന വഴിയാണ്, ആ വഴി തെറ്റിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മത്തായി സുവിശേഷം 24:11. അവിടെ പറയുകയാണ്, നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. 7-ാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട അനേകരെ വഴിതെറ്റിക്കും. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. വ്യാജപ്രവാചകനുമുണ്ട്, വ്യാജപ്രവാചകന്മാരുമുണ്ട്. ഒരിടത്ത് പറഞ്ഞാൽ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് വ്യാജപ്രവാചകൻ വരും, അതുണ്ട്. പക്ഷെ അതിന് മുമ്പ് വരുന്ന ഒന്നാണ് വ്യാജപ്രവാചകന്മാർ. പ്രവാചകന്മാർ എന്ന് പറയുമ്പം ഒരാളല്ല, നിരവധി പേരുണ്ട്. വ്യാജ ക്രിസ്തുമാരെന്ന് ബൈബിളിൽ വചനമുണ്ട്. കള്ളക്രിസ്തു വരും, പക്ഷെ വ്യാജ ക്രിസ്തുമാരുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു വ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വ്യാജ പ്രവാചകന്മാർ അവർ ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തന്നെ ഉള്ളവരായിരുന്നു. പഴയ നിയമത്തെ നമ്മൾ അവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉള്ളവരാണ് അവർ. അതിന് തുടർച്ചയായിട്ട് തന്നെ ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് ദൈവീകമായ കാര്യങ്ങൾ കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തി കൊടുത്ത ശരിയായ പ്രവാചകന്മാരുണ്ടായിരുന്നു. വിശുദ്ധരായ പ്രവാചകന്മാർ, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാതെ സ്വന്തം തോന്നലുകളെയും ഇഷ്ടങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് പ്രവചിച്ച, അത് ദൈവത്തിൻ്റേതാണെന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച വ്യാജപ്രവാചകന്മാർ, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഇനിയുള്ള സന്ദേശങ്ങളിൽ. അപ്പം 24-ാം അധ്യായം മത്തായി സുവിശേഷം 24-ാം അധ്യായം 10 പറയുകയാണ്, നിരവധി വ്യാജപ്രവാചകന്മാർ. അപ്പോൾ ഒരാളല്ല, നിരവധി പേരുണ്ട്. അവർ നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് പല സ്ഥലങ്ങളും പ്രത്യക്ഷപ്പെടും. അവർ അനേകരെ വഴിതെറ്റിക്കും, അനേകരെ വഴിതെറ്റിക്കും. ഇനി അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നിരവധി പേരുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. അതിൽ അവരെ മറ്റൊരു പ്രത്യേകതയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുക. അവർ ഒന്നാമത്തെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്, കർത്താവ് തിരഞ്ഞെടുത്ത മനുഷ്യർ ഇവിടുന്ന് സ്വർഗത്തിൽ എത്തിക്കുവാനായിട്ട്, രണ്ടാം വരവിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ. ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 9-ാം അധ്യായം 27 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ 28-ാം തിരുവചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ, അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ, കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചൊരു സന്ദേശം വേറെ ഉണ്ടാകും. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? അവരെ വഴിതെറ്റിക്കും. കാരണം അവർ കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് കർത്താവാണെന്നുള്ള രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്, കർത്താവ് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന് കർത്താവാണെന്ന രീതിയിൽ, ശരിയായ പ്രവചനം എന്നുള്ള രീതിയിൽ വന്ന് ജനത്തെ വഴിതെറ്റിക്കും. ബൈബിൾ അങ്ങനെ വാക്കുണ്ട്. മത്തായി സുവിശേഷത്തിൽ തന്നെ 24-ാം അധ്യായം 24-ാം തിരുവചനം. കാരണം കള്ളക്രിസ്തുമാരും
കണ്ടോ, ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ, ബുദ്ധിമുട്ടാണ്, സാധ്യമെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ വചനപ്രകാരം കർത്താവ് പറഞ്ഞ പ്രകാരം മുന്നോട്ട് പോകുന്നവരെ പെട്ടെന്നൊന്നും വഴിതെറ്റിക്കാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ 11 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ എന്നൊരു വാക്കുണ്ട്. സർപ്പം ഹവ്വായെ എങ്ങനെ ചതിച്ചു? തന്ത്രപൂർവം ചതിച്ചു. ഇതുപോലെ തന്ത്രപൂർവം ചതിക്കും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവൻ്റെ പരിപാടികൾ. അപ്പോൾ നമ്മൾ ദൈവൈകമായ ലെവലിൽ തന്നെ ആയിരിക്കണം, ദൈവാത്മാവിൽ തന്നെ മുന്നോട്ട് പോകണം. ആവശ്യമില്ലാത്ത ഒരു ഇടപാടിലും കയറി ആവശ്യമുള്ള ശരിയായ കാര്യത്തിൽ മാത്രമേ ഇടപെടാവുള്ളൂ ഈ കാലഘട്ടം. ആവശ്യമില്ലാത്ത ഒരു ഇടപാടിലും പോയി പെട്ടേക്കരുത്. ഭയത്തിലേക്ക് വരാനല്ല, സ്നേഹത്തിലേക്ക് വരിക. കാരണം ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവിനോടൊപ്പമായിരുന്നു ജീവിക്കുക. അപ്പം അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കർത്താവിൻ്റെ കൂടെ ആകുമ്പോൾ, നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പം ആ ജീവിതത്തിൻ്റെ പ്രത്യേക ആനന്ദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അപ്പോൾ കള്ളക്രിസ്തുമാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പം ഒരു പ്രത്യേകത മാത്രം ഇപ്പോൾ അറിയുക. അടുത്തതിൽ അവൻ വഴിതെറ്റിക്കുന്ന രീതികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ആദ്യം പ്രത്യേകത മാത്രം അറിയുക, അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവർ സ്വർഗത്ത് പോകാതിരിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്ന ശ്രമമാണത്. ഇനി നമ്മൾ കാണുകയാണ് 1 യോഹന്നാൻ 2-26. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ ദൈവവചനം എഴുതുന്നത്, ലേഖനങ്ങളൊക്കെ യോഹന്നാൻ എഴുതിയത് സുവിശേഷം കർത്താവിനെക്കുറിച്ച് എഴുതി ലേഖനങ്ങൾ എഴുതിയിട്ട് പറയുകയാണ്, ഞാനിതൊക്കെ ഈ ലേഖനമൊക്കെ എഴുതുന്നത് എന്തിനാ? നിങ്ങളെ വഴിതെറ്റിക്കാൻ വരും. അപ്പോൾ വഴിതെറ്റിക്കുന്നവരാണ്, അങ്ങനെ കുറേ പേരുണ്ട്, അവർ നിമിത്തമാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ ഒരു വാക്ക് പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 22:14, എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പേർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരെ വഴിതെറ്റിക്കുവാൻ പിശാച് വരും. യെശയ്യാ പ്രവചനം 9-16, ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്, അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. കണ്ടോ, ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ നമ്മളെ നയിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരൊരു പ്രത്യേകതയാണ്, വ്യാജപ്രവാന പ്രത്യേകത. നയിക്കുന്നവരിലേക്ക് അവൻ കടന്നു ചെല്ലും, അശുദ്ധാരൂപി കടന്നു ചെല്ലും, പിശാചിൻ്റെ ആത്മാവ് കടന്നു ചെല്ലും നയിക്കുന്നവരിലേക്ക്. അപ്പോൾ നയിക്കുന്നവരെന്ത് ചെയ്യും? അവർ പൈശാചിക ശക്തിയാൽ മനുഷ്യരെ നയിക്കും. അപ്പോൾ എന്തു പറ്റും? ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്, അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. 1 യോഹന്നാൻ 3-7 കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. മത്തായി സുവിശേഷം 7-22, അന്ന് പലരും എന്നോട് ചോദിക്കും. അപ്പോൾ മറ്റൊരു പ്രത്യേകത, ഈ വ്യാജപ്രവാചകൻ്റെ ഒരു പ്രത്യേകത, യേശുവിൻ്റെ നാമത്തിലാണ് ഇവർ വരുന്നത്. സ്വന്തം നാമത്തിലല്ല അവർ പലപ്പോഴും വരുന്നത്, അവർ യേശുവിൻ്റെ നാമത്തിൽ വരും. മറ്റേതെങ്കിലും ഞാൻ പൈശാചിക ശക്തിയാൽ പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞ് ആരെങ്കിലും വരും? ഇല്ല, അവർ യേശുവിൻ്റെ നാമത്തിൽ വരും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വന്നിട്ട് യേശു ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വന്ന് വഴിതെറ്റിക്കും. അപ്പോൾ യേശു പറഞ്ഞു, യേശു അങ്ങനെ ചെയ്തു. ഇനി വചനം ഇഷ്ടം പോലെയുണ്ട്, നിരവധിയുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ അബദ്ധങ്ങളൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ തീരുമാനമെടുക്കുക. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ പലതും ഉണ്ടാകും, ഒന്നിനും ചെവി കൊടുക്കരുത്. ദൈവവചനമാണോ ഏതൊരു കാര്യവും നമ്മൾ എടുക്കുമ്പം ഇത് വചനപ്രകാരം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു അതെപ്പോഴും ചിന്തിക്കണം. അവിടെ ആശയങ്ങളോ തത്വങ്ങളോ പഠനങ്ങളോ പുസ്തകങ്ങളോ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. കത്തോലിക്കർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. സ്വകാര്യ വെളിപാടുകൾക്കും വെളിപ്പെടുത്തലുകൾക്കും മറ്റു പല പുസ്തകങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കും.
ഇതെല്ലാം വായിച്ച് നേരം ഉണ്ടായിരുന്നെങ്കിൽ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും ഏകദേശം വായിച്ചു തീർക്കാമായിരുന്നു. ബാക്കി എല്ലാ പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ നമ്മൾ നോവൽ വായിക്കുന്നവരാകരുത്, കഥാപുസ്തകങ്ങൾ വായിക്കുന്നവരാകരുത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഈ ലോകത്ത് വേറൊരു പുസ്തകത്തിനും സാധ്യമല്ല. ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ ബൈബിളാണ്. അത് വായിച്ചാൽ മതി, അതിനകത്തൂടെ നമുക്ക് ക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടിക്കോളും. അപ്പം അതുകൊണ്ട് അത് വായിക്കാതിരിക്കുന്നേ നമ്മുടെ കുഴപ്പം. മത്തായി സുവിശേഷം 22 നമ്മൾ വായിക്കുന്ന 29 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ അവർക്ക് തെറ്റുപറ്റി. അപ്പം നമുക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാരണം അതാ, വിശുദ്ധ ലിഖിതം അറിയത്തില്ല, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഈ കാലഘട്ടങ്ങളിൽ വായിക്കേണ്ട പ്രധാനപ്പെട്ട പുസ്തകം വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വരും. മത്തായി സുവിശേഷം 7:22 നിങ്ങൾക്കറിയാവുന്ന വചനമാണ്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? തുറന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകണം. ഒന്ന് അനീതിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഈശോ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങൾ വേണം, അടയാളം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ വന്ന്? അതിന് കാരണമുണ്ട്. അപ്പം അവർ പറയുകയാണ്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആണിത് ചെയ്തത്. എന്തു ചെയ്തു? അവർ പ്രവചിച്ചു. ആ പ്രവചിച്ചവർ വ്യാജപ്രവാചകന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ലൂക്കാസ് സുവിശേഷം 21:8 അത് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞും കൊണ്ട് എൻ്റെ നാമത്തിൽ വരും, നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. അങ്ങനെ ചിലർ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് സഭയുണ്ടാക്കി, സ്വന്തമായിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ട് പറയും, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഞങ്ങളാണ് സത്യം, ഞങ്ങൾ പറയുന്നതാണ് സത്യം. ഒരാൾ നേതാവാകും, ബാക്കി കുറേ പേരെ അണികളാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പൊട്ടി കുറച്ച് ഗ്രൂപ്പുകളുണ്ടാകും. പിന്നെ അടിയായി, സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേര് തല്ലായി, പ്രശ്നങ്ങളായി. ഞാനിതൊന്നും പറയാതെ നിങ്ങൾക്ക് പല ചാനലുകൾ വഴിയായിട്ട് ക്രിസ്തീയ മേഖലയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാം. അങ്ങനെ പേര്, പ്രശസ്തി, പദവി, പിന്നെ പണം, പെണ്ണ്, സ്ഥാനമാനങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പലർക്കും ഒരു സംശയമാണ്, ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് അറിയുന്നില്ല. പ്രിയമുള്ളൊരു ശുശ്രൂഷകൻ ഒരു തെറ്റ് ചെയ്യുമ്പം, ദൈവവേല ചെയ്യുന്ന ഒരാൾ തെറ്റ് ചെയ്യുമ്പം, ദൈവജനം ഒരു തെറ്റുകാരനായ ശുശ്രൂഷകനിൽ നിന്നോ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നോ, അതൊരു പുരോഹിതനാകട്ടെ, ഒരു അൽമായനാകട്ടെ, മറ്റാരാകട്ടെ, അവർ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ നിന്ന് അകലും എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് അവരുമായിട്ട് അടുത്ത് നിന്നവർ അകലാൻ പോകുന്നത് അവരെ തെറ്റുമൂലം ക്രിസ്തുവിൽ നിന്നാണ്. പിശാച് ഇത് തന്നെയാണ് ഒരു പദ്ധതിയായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്നല്ല നമ്മൾ അകലേണ്ടത്. വ്യക്തികളിൽ നിന്നും അകലാൻ പാടില്ല, എന്നാൽ വ്യക്തികളെ തിരിച്ചറിയണം. അവർ ഏത് ആത്മാവിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. അവിടെ പറയുകയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞും കൊണ്ട് എൻ്റെ നാമത്തിൽ വരും. വ്യാജപ്രവാചകൻ ഇനി വേഷം മാറി വരുമെന്ന് വചനം പറയുന്നു. വേഷം മാറി വരും. അപ്പോൾ വേഷം മാറി വരുന്ന വ്യാജപ്രവാചകന്മാരുണ്ട്. ഈശോ അത് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം നമുക്കറിയാം ഒരു കാര്യം, ശരിയായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജനുവിനായിട്ട് വരുന്ന ഒരെണ്ണത്തെ സംബന്ധിച്ചോളം ഇതിൻ്റെ ആവശ്യമില്ല. സ്വന്തം പേര് വരാതിരിക്കുക, യേശുവിൻ്റെ പേര് വരിക. മറ്റൊന്ന് വേഷം മാറി വരിക. വ്യാജപ്രവാചകൻ ചെയ്യുന്നൊരു പണിയാണ് വേഷം മാറി വരിക. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15
ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. കണ്ടോ, ഇതിനെക്കുറിച്ച് ക്രൂരരായ ചെന്നായ്ക്കളെന്ന് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാലാഖയുടെ രൂപത്തിൽ വരുന്ന മേഖലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഒരു വാക്ക് വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളും. ഇത് പറഞ്ഞിട്ടാണ് ഈശോ പിന്നെ നമ്മൾ വായിക്കുന്ന നേരത്തെ വായിച്ച കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്ന മേഖല നമ്മൾ വായിച്ചു വരുന്നത്. 7-ാം അധ്യായത്തിൽ തന്നെ പറയുകയാണ് ആടുകളുടെ വേഷത്തിലാണ് ഇവർ വരിക. അപ്പോൾ ആടുകളുടെ വേഷത്തിൽ വന്നിട്ട് ഇവരെന്താണ്? ഉള്ളിൽ ഇവർ ചെന്നായിയാണ്, വേഷം ആടിൻ്റേതുമാണ്. നിർമ്മലതയോടെ വിശുദ്ധിയുടെ ബാഹ്യരൂപം ധരിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് മറ്റുള്ളവരെ കയ്യിലെടുത്ത്, ചിലപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, നല്ല വാക്ചാതുര്യം, സ്ഫുടത, വാക്ചാതുര്യം, ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള കഴിവ്, സംസാര പാടവങ്ങൾ, പ്രവർത്തന പാടവങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലയുണ്ട്. ദൈവം കഴിവുകളൊക്കെ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം മനുഷ്യനോടൊപ്പം നിന്ന് പിശാച് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കഴിവ് അവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഈ ആടുകളുടെ വേഷം കെട്ടി, ചെന്നായിയാണ്, പക്ഷെ ആടിൻ്റെ വേഷം കെട്ടി വരും. വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കണം. പത്രോസിലേക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 പറയുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഒരു കാര്യം പറയാം. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവരെന്ത് ചെയ്യും? അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും. ഈ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം അടുത്ത സന്ദേശത്തിൽ. അപ്പോൾ ഈ വിനാശകരമായ അഭിപ്രായങ്ങൾ ഇവർ പഠിപ്പിക്കും. അപ്പോൾ ഈ വ്യാജ ഉപദേഷ്ടാക്കളുടെ പ്രത്യേകത അതാണ് കഴിഞ്ഞ സന്ദേശം നമ്മൾ കാണിച്ച കുറേ വഴികൾ, പുതിയ വഴികൾ ഇവരുണ്ടാക്കും. അപ്പോൾ ഒരു പുതിയ വഴി കാണുമ്പം നമുക്കറിയാം, ഒരു പുതിയ വഴി വെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പുതിയ വഴി കൂടെ പോകാനാണ് താല്പര്യം. അപ്പോൾ പഴയ വഴി പലരും പഴയ വഴിയല്ല, യഥാർത്ഥ വഴി പലരും ഉപേക്ഷിക്കും. ചില ആൾക്കാർ യാത്ര ചെയ്യുന്നവർ നല്ല വഴിയാണെങ്കിലും ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി കട്ടറുള്ള വഴി കൂടെ പോയി വണ്ടിയുടെ പാർട്ട് മൊത്തം ഇളക്കുകയും ഇന്ധനം നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് അവർ പറയും ഞാൻ എന്തോ ലാഭിച്ചെന്ന്. കർത്താവിൻ്റെ വഴി വിട്ട് ഇതുപോലെ ദുർഘടമായ പല വഴികളിലൂടെയും പോയി ഇന്നും രക്ഷയുടെ അനുഭവം കിട്ടാതെ കഷ്ടപ്പെട്ട് നിലവിളിച്ച് കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് തിരിച്ചു വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മേഖലയുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ് വ്യാജമായ പ്രവചനങ്ങൾ നടത്തുന്ന മേഖലകൾ. ഇവർ വ്യാജ ഉപദേഷ്ടാക്കളായിട്ട് വരും, വ്യാജ പ്രവാചകന്മാരായിട്ട് വരും, അങ്ങനെയൊക്കെ ഇവർ വരും. ബാറൂക്ക് പ്രവചനം 1-ാം അധ്യായം 21. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. എന്താ കാരണം? കർത്താവിൻ്റെ പ്രവാചകന്മാരെ അനുസരിക്കാത്തവരെല്ലാം തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാണ്. വ്യാജ പ്രവാചകൻ ഒരിക്കലും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിക്കില്ല. അവരെപ്പോഴും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ദൈവത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുമെന്ന് പറയും. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, നമ്മുടെ വിശുദ്ധീകരണം, ദൈവത്തെ അനുസരിക്കുക, ദൈവേഷ്ടം പോലെ നടക്കുക. എന്നാൽ ഇവർ പറയും നിങ്ങൾക്ക് ഇഷ്ടം കണക്ക് ജീവിച്ചോ, ഇഷ്ടമുള്ള കണക്ക് ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര പാപം വേണമെങ്കിലും ചെയ്യാം. 2-ാം വരവിൻ്റെ മേഖല നമ്മൾ ചിന്തിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തെ പോലെ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചോ, ലോകത്തിൻ്റെ കാലഘട്ടം പോലെ ഇഷ്ടമുള്ള കണക്ക് ആർക്കും ആരുടെയും കൂടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല, പെണ്ണും ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല. ഇതിനൊന്നും അവരെതിരല്ല. വ്യാജപ്രവാചകൻ ഒരിക്കലും വിശുദ്ധിയുടെ മാർഗങ്ങൾ പഠിപ്പിക്കാറില്ല. നമ്മളെ ചിന്തിക്കും, അവരെപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ ഇന്നത് ചെയ്യണം, അത്ഭുതം നടക്കാൻ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കും.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവചന പുസ്തകം 14:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ഇരുവരും ശിക്ഷിക്കപ്പെടും. ആരൊക്കെയാണ്? പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെയായിരിക്കും. വ്യക്തമായിട്ട് പറയുകയാണ്, പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രവചനം തേടാൻ പോകേണ്ട ആവശ്യമില്ല. കർത്താവ് അയക്കുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് ദൈവ സന്ദേശം നിങ്ങളെ അറിയിക്കും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ അറിയാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു സ്വഭാവമാണ് എങ്കിൽ, ഭാവി അറിയാനും ഭൂതകാലവും ഭാവി കാലവും അറിയാൻ വേണ്ടി ഓടി നടക്കുന്നവർ ഈ കെണിയിൽ പെട്ടുപോകും. അങ്ങനെ പോകുന്നവർക്ക് എന്താ പറ്റുക? അത് പറഞ്ഞ പ്രവാചകനും പ്രവചനം തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചു വരാം. കർത്താവെ, വ്യാജ പ്രവാചകൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഈ പ്രത്യേകതകളുള്ള വ്യക്തികളെ തിരിച്ചറിയുവാനുള്ള സഹായം അങ്ങ് ചെയ്യണമേ. ഇനി നമ്മിൽ ആരെങ്കിലും ഇപ്രകാരം ഒരു വ്യാജ പ്രവാചകൻ്റെ പ്രവർത്തനവുമായിട്ട് പോകുന്നവരാണെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് ശരിയായ ഒരു പ്രവാചക ദൗത്യം, നിങ്ങൾ പ്രവാചക ദൗത്യം നയിക്കപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്ത പ്രവാചകനാണ് എങ്കിൽ കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കും. പല വരങ്ങളും പല ദാനങ്ങളും കൃപാവരങ്ങളുമാണല്ലോ. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വരവും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കരുത്, ദൈവഗത പ്രകാരമുള്ളത് തിരഞ്ഞെടുക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വ്യാജ പ്രവാചകനെ തിരിച്ചറിയുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. ആടുകളുടെ വേഷത്തിലും അങ്ങയുടെ നാമത്തിലും വ്യാജ ദർശനങ്ങളും പ്രവചനങ്ങളും പറഞ്ഞ് വഴിതെറ്റിക്കുന്ന രീതിയിൽ കടന്നു വന്നിരിക്കുന്ന നിരവധി വ്യാജ പ്രവാചകന്മാർ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആഗമനം, യുഗത്തിൻ്റെ അന്ത്യവും അടുത്തു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ ഈ കർത്താവെ, അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടങ്ങളിൽ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഒരുക്കണമേ. ശരിയായ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തുകയും അയക്കുകയും ചെയ്യണമേ. വ്യാജ പ്രവാചകന്മാരുടെ കെണിയിൽ വീണുപോയവരെ മോചിപ്പിക്കണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ കടന്നു വരുന്ന വ്യാജ പ്രവചനങ്ങളെ തിരിച്ചറിയുവാനും ശരിയായ പ്രവചനങ്ങൾ സ്വീകരിക്കുവാനും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗീയ പൂർണ്ണതയിൽ എത്തിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവ് സമൃദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ പങ്കെടുത്തതിന് നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എനിക്കും വേണ്ടി, ശുശ്രൂഷകൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ചാനലിന് വേണ്ടി, ബത്ലഹേം TV-ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ തേടുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.